അയ്യോ എന്തേ കുത്തിട്ടില്ല ഇവിടെ. ഇന്നത്തെ വീഡിയോ ഒരു മെഹന്തിടൽ വീഡിയോ ആണ് കേട്ടോ. കല്യാണക്കല്ലേ, പിന്നെ ഇങ്ങനെ മെഹന്തി ഇടാതിരിക്കുക. ഇത് നമ്മുടെ പനാഷ് ഐഷ ഫിറോസ് ആണ് വന്നിട്ടുള്ളത്. വളരെ എക്സൈറ്റഡ് ആണ് അതൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ. സോ ലെറ്റ്സ് ഗെറ്റ് ടു ഇറ്റ്. ഫുൾ സെറ്റപ്പിലാണ് ആളെത്തിയിട്ടുള്ളത്. രാവിലെ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. മുപ്പത്തിയേറെ കോൺസ് എല്ലാം ഓർഗാനിക് കോൺസ് ആണ് കേട്ടോ. അതുപോലെ നെയിൽ കോൺസും ജാഗർ കോൺസും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്റെ കൈ ഉണ്ടല്ലോ ഒരു സ്റ്റെയിൻ വരാത്ത കൈയാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും ഒരു പ്രോപ്പർ സ്റ്റെയിൻ കിട്ടാനായിട്ട് 24 hours കഴിയുമെന്നാണ് പറയുന്നത്. പിന്നെ വരാൻ പോണ ബ്രൈഡ്സ്മെന്റെ അടുത്താണ് പറയുന്നത് മെഹന്തി ഇടുന്നതിന് തൊട്ട് മുന്നായിട്ട് വാക്സ് ചെയ്യാതിരിക്കുക. നമ്മൾ വാക്സ് ചെയ്ത് ജെൽ ആൻഡ് ക്രീം ഒക്കെ കയ്യിലുണ്ടായിരിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രോപ്പർ സ്റ്റെയിന് കിട്ടാൻ ചാൻസ് ഇല്ല. എന്തായാലും ഒരു 24 to 36 hours മുന്നേ ആണ് വാക്സ് ചെയ്യുന്നത് നല്ലത്. സൗത്ത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഇവർക്ക് ഡെലിവറി ഉണ്ട്. അപ്പൊ നമ്മുടെ ഒരു കൈ കഴിഞ്ഞിട്ടോ. അപ്പൊ ചെറിയൊരു ബ്രേക്ക് ടൈം ആണ്. ക്യൂട്ട്നെസ് വാരി വന്നിട്ടുണ്ട്. ഓവർ നീണ്ട 2.5 വർഷങ്ങൾക്ക് ശേഷം ഇന്ദു ചൂടൻ വീണ്ടും മെഹന്തി. ഇവനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണ് കേട്ടോ ലാസ്റ്റ് മെഹന്തി ഇട്ടതിന് ശേഷം ഞാൻ മെഹന്തി ഇട്ടിട്ടേ ഇല്ല, സത്യം പറയാലോ. എനിക്ക് തോന്നുന്നു കല്യാണ പെണ്ണ് പോലും തുടങ്ങിയിട്ടുണ്ടാവില്ല. പുയ്യാപ്പിളിന്റെ പേരാണ് അതിനകത്ത് വരുന്നത്. അറ്റ്ലീസ്റ്റ് 6 to 8 hours മിഡ് നൈറ്റ് വെക്കുന്നതാണ് കൂടുതൽ പ്രിഫറബിൾ. അതുപോലെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്ത് നമുക്ക് റിമൂവ് ആക്കാം. പിന്നെ എനിക്ക് ആഫ്റ്റർ കെയറിനായിട്ട് ഇവരെല്ലാ ഒക്കേഷൻസിനും മെഹന്തി ഇട്ട് കൊടുക്കാറുണ്ട്. ബ്രൈഡൽസ്, പാർട്ടീസ്, ഫെസ്റ്റീവ്. ഇവർ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2K മുതലാണ്. എൽമർക്ക് 2 ബട്ടർഫ്ലൈയും കൂടെ വരച്ച് ഇവർ തിരിച്ചു പോകാൻ കേട്ടോ. എന്നാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സ്റ്റെയിൻ വരുമല്ലേ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം.